എല്ലാവർക്കും ശ്രീരാഗ് റാംബോ വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ ഹൈഡ്രോളിക് ക്ലച്ച് ഇൻസ്റ്റാളേഷനാണ്. നമ്മളിന്ന് ചെയ്യുന്നത് FC-യിലാണ് ഹൈഡ്രോളിക് ക്ലച്ച് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇത് ലോക്ക്ഡൗണിന് മുമ്പായിട്ട് ഓർഡർ ചെയ്ത ഒരു സാധനമാണ്. വളരെ ലേറ്റായിട്ടാണ് കിട്ടിയത്. അന്ന് ഇതിൻ്റെ വിലയെന്ന് പറയുമ്പോൾ ഒരു 3000 റുപ്പീസിനകത്തായിരുന്നു. ഈ ഇടയ്ക്ക് ഞാനിത് നോക്കിയപ്പോൾ ഓൾമോസ്റ്റ് 5000 റുപ്പീസ് അടുപ്പിച്ച് വരുന്നുണ്ട്. നമുക്ക് നേരെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷനിലോട്ട് പോകാം. ക്ലച്ച് കേബിൾ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന പ്ലേറ്റും അതിൻ്റെ ബൗഡൻ ഹോൾഡ് ചെയ്ത് നിർത്തുന്ന മെക്കാനിസവും നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ മാസ്റ്റർ സിലിണ്ടറും അതേപോലെ അത് പോകാനുള്ള വയറും നമ്മൾ വണ്ടിക്ക് അകത്തൂടെ എടുത്ത് താഴെ എൻജിൻ്റെ സൈഡ് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ജോയിൻറ്റ് ജസ്റ്റ് ഒന്ന് ലൂസൻ ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. സാധാരണ ക്ലച്ച് കേബിൾ പോകുന്ന അതേ റൂട്ടിൽ കൂടെ തന്നെയാണ് ഈ ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ കേബിളും നമ്മൾ എടുക്കാൻ വേണ്ടിയുള്ളത്. നമ്മളിപ്പോൾ ഹൈഡ്രോളിക് മാസ്റ്റർ സിലിണ്ടറിൻ്റെ പുറത്തൂടെ ഒരു ബോൾട്ട് ആഡ് ചെയ്യുകയാണ്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പഴയ അലൻ കീ ബോൾട്ടിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ അടിയിലൊരു നട്ടും ബോൾട്ടും ഇട്ട് ഇതിൻ്റെ പ്ലേറ്റിൻ്റെ ഹൈറ്റ് കൂട്ടുകയാണ്. ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് മാസ്റ്റർ സിലിണ്ടറിൻ്റെ വലിപ്പം കൂടുതലായുണ്ട് അതും കൂടെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഹൈറ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. FC യമഹയുടെ ബൈക്സിലെല്ലാം ഇങ്ങനെയാണ് വരുന്നത്. 200 NS അങ്ങനെയുള്ള ബൈക്സിലെല്ലാം സൈഡിലാണ് വരുന്നത്. അപ്പം ഇതിൻ്റെ ആവശ്യം വരത്തില്ല, ഡയറക്റ്റ് നമുക്ക് ബോൾട്ട് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് നമ്മൾ ഹൈഡ്രോളിക് ക്ലച്ച് ജസ്റ്റ് നമ്മൾ പ്ലേസ് ചെയ്ത് നോക്കുകയാണ്. പ്ലേസ് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ലെങ്തും കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ മാക്സിമം അകത്തോട്ട് കയറുന്ന രീതിയിലാണ് ആദ്യം ഫിക്സ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബൗഡൻ അകത്തോട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സ്ലൈഡ് ചെയ്ത് കയറ്റിയിട്ട് ആ മെക്കാനിസം ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെക്സ്റ്റ് ഇതിൽ പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈറ്റ് ചെയ്ത്, അതായത് നമ്മൾ നേരത്തെ അകത്ത് കൊടുത്തിരുന്ന ബോൾട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പ്ലേ ടൈറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ബാക്കി FC അല്ലാത്ത ബൈക്സിൽ ഇതേപോലെ അഡീഷണൽ വേറൊരു നട്ട് പുറത്തോടെ ഇട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഇതേപോലൊരു ചെറിയ പ്ലേ എപ്പോഴും ക്ലച്ചിൽ നമ്മൾ ലീവ് ചെയ്യാൻ വിട്ടിരിക്കണം. നെക്സ്റ്റ് നമുക്ക് പഴയ ക്ലച്ച് ലിവറും പിന്നെ അത് ഹോൾഡ് ചെയ്ത് നിർത്തുന്ന മെക്കാനിസവും പഴയ ക്ലച്ച് കേബിളും പഴയ മിറർ ഫുള്ളായിട്ട് നമുക്ക് റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോൾട്സ് എല്ലാം ഇളക്കിയാണ്. അതിനുശേഷം ഹാൻഡിലിൻ്റെ സൈഡ് വരുന്ന പ്രൊട്ടക്ടറും നമ്മൾ ഇളക്കി മാറ്റുക. നെക്സ്റ്റ് നമ്മൾ ഗ്രിപ്പ് ഇളക്കി മാറ്റുകയാണ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്ലാറ്റ് സ്ക്രൂ ഡ്രൈവർ ഫുൾ അകത്തോട്ട് ഇങ്ങനെ തള്ളി വെച്ചിട്ട് അതിനകത്തോട്ട് ഓയിൽ കയറ്റിയിട്ട് 2-3 പ്രാവശ്യം ഇങ്ങനെ കറക്കി കൊടുത്താൽ മതി. അപ്പം ഓയിൽ ഉള്ളതുകൊണ്ട് അത് പെട്ടെന്ന് ഇളകി വരും. നെക്സ്റ്റ് നമ്മുടെ സ്വിച്ച് മെക്കാനിസംസ്, ഹോൺ, ഇൻഡിക്കേറ്റർ വരുന്ന മെക്കാനിസം ഇളക്കി എടുക്കുകയാണ് ചെയ്യേണ്ടത്. അത് ഇളക്കിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് ഫിക്സ് ചെയ്യാൻ നേരത്ത് ഹാൻഡിലൊരു കീ മെക്കാനിസം പോലെ ഹോള് വരും. അതിൽ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് വേണം തിരിച്ച് ടൈറ്റ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മുടെ സ്വിച്ചിൻ്റെ ഈ സെറ്റ് മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഈ പഴയ ഹാൻഡിലും മൊത്തത്തിലുള്ള മെക്കാനിസം മൊത്തത്തിൽ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ പുതിയ ഹൈഡ്രോളിക് ക്ലച്ച് മെക്കാനിസം നമ്മൾ ഫിക്സ് ചെയ്യണം നമ്മുടെ ഹാൻഡിലോട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹാൻഡിലോട്ട് ഈ ഹൈഡ്രോളിക് ക്ലച്ചിനെ സ്ലൈഡ് ചെയ്ത് കയറ്റുകയാണ്. അതിന് പുറമെ അതിൻ്റെ ബോൾട്ട് ഫുള്ള് ടൈറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഫൈനൽ പൊസിഷൻ നമ്മൾ സെറ്റാക്കിയതിന് ശേഷം മാത്രമേ അത് ടൈറ്റ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് നമ്മുടെ സ്വിച്ച് മെക്കാനിസം തിരിച്ച് ഫിറ്റ് ചെയ്യാണ്. അത് നമ്മൾ ആ ഹാൻഡിലൊരു ഹോള് വരും. ആ ഹോളിൽ നമ്മുടെ സ്വിച്ചിൻ്റെ കീ കറക്റ്റ് പ്ലേസ് ആണെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മുടെ സ്വിച്ചിൻ്റെ 2 ബോൾസാണ് വരുന്നത്, ടൈറ്റ് ചെയ്ത് നിർത്തുന്നത്. അത് രണ്ടും വെച്ച് ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്. ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ ലിവർ സ്വിച്ചിൻ്റെ ഒരിടത്തും തട്ടുന്നില്ലെന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമ്മളിത് ഫൈനൽ പൊസിഷനിൽ ഫിക്സ് ചെയ്യാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ഓയിലും ഡേർട്ടും എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡീഗ്രീസർ വെച്ച് നമ്മൾ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്രിപ്പിനകത്തുള്ള ഓയിലും ഡേർട്ടെല്ലാം റിമൂവ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഫിക്സ് ചെയ്യാണ്. പഴയ ഗ്രിപ്പാണെങ്കിൽ പുതിയൊരു ഗ്രിപ്പ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിനുശേഷം നമ്മുടെ കയ്യിൽ ഹൈഡ്രോളിക് ഓയിലിൻ്റെ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. അതിൽ ഓയിൽ കുറവാണെങ്കിൽ ഓയിൽ റീപ്ലേസ് ചെയ്യുക. പഴയ ഓയിലാണെന്നുണ്ടെങ്കിൽ ഈ ഓയിൽ മൊത്തം റീപ്ലേസ് ചെയ്യുക. ഹൈഡ്രോളിക് ക്ലച്ചിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുന്ന അതേ മെക്കാനിസമാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ പണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ മതി. അതേ സെയിം മെക്കാനിസം തന്നെയാണ് ഇതിലെ ഓയിൽ റിമൂവ് ചെയ്യാനും യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഓയിൽ ടോപ്പ് അപ്പ് ചെയ്തിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്ത് ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ഇൻസ്റ്റലേഷൻ ഓൾമോസ്റ്റ് ഫിനിഷ്ഡ് ആണ്. അപ്പോൾ ഹാൻഡിൽ ബാർ പ്രൊട്ടക്ടറും കൂടെ ഫൈനലായിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ഫിനിഷ്ഡ് ആണ്. എപ്പോഴും ബ്രേക്ക് ഫ്ലൂയിഡ് .4 ഹൈഡ്രോളിക് ഫ്ലൂയിഡ് യൂസ് ചെയ്യുമ്പോൾ അത് പെയിൻറ്റിൽ എവിടെയൊക്കെ എപ്പോൾ ആവുന്ന അപ്പം തന്നെ അത് തുടച്ച് മാറ്റാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ഹൈഡ്രോളിക് ക്ലച്ച് ഇൻസ്റ്റാളേഷൻ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു വർക്കിംഗ് നോക്കാം. നമ്മുടെ സെയിം ബ്രേക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്ന അതേപോലെയാണ്, പക്ഷെ നമ്മൾ കേബിളിന് പകരം അത് ഓയിൽ വെച്ചാണ് വർക്കാവുന്നത്. അപ്പം കുറച്ചുകൂടെ സ്മൂത്തറും വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു ക്ലച്ച് പ്ലേ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്.
എന്തായാലും ഇതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ഉടനെ തന്നെ വരുന്നതാണ്. എന്തായാലും ഹൈഡ്രോളിക് ക്ലച്ച് ഇൻസ്റ്റലേഷൻ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇതേപോലുള്ള ബാക്കി ബൈക്സിൻ്റെ കസ്റ്റമൈസേഷൻ വീഡിയോസ് ഉടനെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.